നമസ്കാരം. ഇന്നത്തെ മിഡ് ഡേ ന്യൂസ് ആരംഭിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ മുൻനിർത്തി വി മുരളീധരനെതിരെ ബി.ജെ.പിയിൽ പടയൊരുക്കം. ബി.ജെ.പിയിൽ വിഭാഗീയത രൂക്ഷമെന്ന രാഷ്ട്രീയ വാർത്തകളാണ് ഇന്ന് ലഭ്യമാകുന്നത്. ഏതായാലും വാർത്തകളിലേക്ക് എത്താം. തലക്കെട്ടുകൾ കാണാം. ബി.ജെ.പിയിൽ വിഭാഗീയത രൂക്ഷം. തന്നെ അവഗണിച്ചുവെന്ന ശോഭാ സുരേന്ദ്രന്റെ ആക്ഷേപത്തോട് പ്രതികരിക്കാനില്ലെന്ന് കെ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തി വി മുരളീധരനെതിരെ കൃഷ്ണദാസ് പക്ഷത്തിന്റെ പടയൊരുക്കം. വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് സർക്കാരിന്റെ കത്ത്. കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചെന്നും സർക്കാർ. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തെ പ്രശംസിച്ച് ICMR ശാസ്ത്രജ്ഞൻ. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പ്രതിരോധത്തിൽ കേരളം മാതൃകയെന്ന് പത്മശ്രീ ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ കൈരളി ന്യൂസിനോട്. 10 ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി. ലൈഫ് മിഷൻ CEO UV ജോസിന്റെയും യുണിടാക് MD സന്തോഷ് ഷീപ്പിന്റെയും മൊഴിയെടുത്ത് ED. സ്വപ്നയ്ക്ക് കമ്മീഷൻ നൽകിയെന്ന സന്തോഷ് ഷീപ്പിന്റെ മൊഴിയിൽ വ്യക്തത തേടും. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ മറ്റു പ്രതികൾക്കൊപ്പം ചോദ്യം ചെയ്യാനൊരുങ്ങി ED. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുക സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവർക്കൊപ്പം. ED ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. IPL-ൽ ഇന്ന് 2 മത്സരം. മുംബൈ ഇന്ത്യൻസ് ഡൽഹിയെയും ബാംഗ്ലൂർ ഹൈദരാബാദിനെയും നേരിടും. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഡൽഹിയും ബാംഗ്ലൂരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പിയിലെ വിഭാഗീയത സംബന്ധിച്ച വാർത്തയാണ് ആദ്യം. ബി.ജെ.പിയിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ സങ്കീർണമെന്ന റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. തന്നെ ഇകഴ്ത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആക്ഷേപത്തോട് പ്രതികരിക്കാനില്ല എന്ന് കെ സുരേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തി വി മുരളീധരനെതിരെ കൃഷ്ണദാസ് പക്ഷത്തിന്റെ പടയൊരുക്കം നടക്കുന്നു എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. KG ദിനകർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദിനകർ, ബി.ജെ.പിയിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. കൃഷ്ണദാസ് പക്ഷവും വി മുരളീധര പക്ഷവും നേർക്കുനേർ എത്തുന്നു എന്ന സൂചനകൾ എന്താണ് ഇന്ന് കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട്, ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? അതിന്റെ ബി.ജെ.പിക്കുള്ളിലെ രാഷ്ട്രീയം എങ്ങോട്ട് നീങ്ങുന്നു എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. സംസ്ഥാന ബി.ജെ.പിക്കുള്ളിൽ വിഭാഗീയത രൂക്ഷമാകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടിയിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെടുകയാണ് എന്നാണ് അവർ ആരോപിച്ചത്, പാലക്കാട്ട് ആരോപിച്ചത്. ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്ന തന്നോട് ആലോചിക്കാതെയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കിയതെന്നും ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ആരോപിച്ചിരുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും ആരുടെയും വിഴുപ്പലക്കാൻ തയ്യാറല്ലെന്നും ശോഭ ഇന്നലെ തുറന്നടിച്ചിരുന്നു. പാർട്ടിയിലെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചതും തന്റെ സ്ഥാനമാറ്റവും അതിർത്തിയും എല്ലാം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. ഇന്ന് ഇത് സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് ഒന്നും പറയാനില്ല എന്നും മാധ്യമങ്ങൾ അത് തന്നെ കൊണ്ട് പറയിക്കാമെന്ന വ്യാമോഹം മാധ്യമങ്ങൾക്ക് വേണ്ട എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഈ വിഷയം പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന നേതൃത്വം ഇതിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല, ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ കൂടിയാണ് കെ സുരേന്ദ്രന്റെ വാക്കുകളിലൂടെ പറയുന്നത്. അതേസമയം ഇക്കാര്യം ചർച്ച ചെയ്യും എന്നാണ് മറ്റൊരു മുതിർന്ന നേതാവായ AN രാധാകൃഷ്ണൻ കൊച്ചിയിൽ വ്യക്തമാക്കിയത്. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമേറിയതാണ്. ആ കാര്യം പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് തീർച്ചയായും ഇക്കാര്യം അഡ്രസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇതിനർത്ഥം വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പക്ഷവും PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള മറുപക്ഷവും തമ്മിലുള്ള വിഭാഗീയത അത് രൂക്ഷമായി തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന നേതാക്കളുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ബി.ജെ.പിക്കുള്ളിൽ ഇത് വരും ദിവസങ്ങളിൽ പ്രതിസന്ധി മൂർച്ഛിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ നടത്തുന്ന നീക്കങ്ങൾ അത് പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. കാരണം വി മുരളീധരൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിദേശത്തേക്ക് PR മാനേജരെ കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ MT രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ
നടത്തിയ പ്രതികരണവും അക്കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു. അവരെ മഹിളാ മോർച്ച നേതാവാക്കി മാറ്റിയത്, നിയമിച്ചത് താൻ അറിഞ്ഞില്ല എന്നുവരെ എം ടി രമേശ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് വി മുരളീധരൻ പക്ഷവും പി കെ കൃഷ്ണദാസ് പക്ഷവും തമ്മിലുള്ള ചേരിപ്പോര് കൂടുതൽ രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ്. കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത് മുതൽ ബി ജെ പിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. എം ടി രമേശും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടതായിരുന്നു എന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളും നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിമറിഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം പാർട്ടിയിൽ പല നേതാക്കളും ഇപ്പോൾ സജീവമല്ലാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം പാർട്ടിയിൽ പല മേഖലകളിലും പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോക്കും ആരംഭിച്ചിട്ടുണ്ട്. ഇതും പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതിന് വേണ്ടി പി കെ കൃഷ്ണദാസ് പക്ഷം ഉൾപ്പെടെയുള്ളവരുടെ നീക്കം എന്നുമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബി ജെ പി പുനഃസംഘടനയോടെ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുകയായിരുന്നു എന്ന് വേണോ അനുമാനിക്കാൻ? കുറച്ചുനാൾ കേരള രാഷ്ട്രീയത്തിൽ ശോഭാ സുരേന്ദ്രൻ സൈലന്റ് ആയിരുന്നു. പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് മുരളീധരന്റെ നോമിനിക്കെതിരെ കത്ത് കൊടുത്ത് ശോഭാ സുരേന്ദ്രൻ കേന്ദ്രത്തിന്റെ ഒരു നടപടി വളരെ തിടുക്കത്തിൽ മുരളീധരനെതിരെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത് കുമ്മനത്തെ വളരെ പെട്ടെന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്രത്തിൻ്റെ ഒരു സമീപനമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. നിരന്തരം ഇങ്ങനെ തർക്കങ്ങളുണ്ടാകുന്നു. ദിനകർ സൂചിപ്പിച്ചതുപോലെ എം ടി രമേശ് അടക്കമുള്ള ആളുകൾ തനിക്ക് മുരളീധരനെതിരെ ഉയരുന്ന ആരോപണങ്ങളെപ്പറ്റി അറിയില്ല, സ്മിതാ മേനോനെ തനിക്ക് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. കൂടുതൽ ശക്തമായ പടയൊരുക്കത്തിന് ശോഭാ സുരേന്ദ്രൻ തന്നെ മുന്നിൽ നിന്ന് വരുമ്പോൾ ദേശീയ നേതൃത്വം അത് വി മുരളീധരൻ അനുകൂലമായാണോ നിലനിൽക്കുന്നത്? എങ്ങനെയാണ് ഈ ദേശീയ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്? ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രനോടൊപ്പം തന്നെയാണ് പി കെ കൃഷ്ണദാസ് പക്ഷം ഉള്ളത്. കാരണം കെ സുരേന്ദ്രൻ അധ്യക്ഷനായത് മുതൽ മറുപക്ഷം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും ഒപ്പം പരിപാടികളിൽ നിന്നും ഒക്കെ വിട്ടുനിൽക്കുന്ന ഒരു സമീപനം നമ്മൾ കണ്ടു. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ, എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ, ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടി പരിപാടികളിൽ നിന്നും ഒക്കെ മാറി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. സജീവമായിരുന്നു അവർ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ. എന്നാൽ ഇപ്പോൾ അവരെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് നേതൃത്വത്തോടുള്ള കടുത്ത അസംതൃപ്തി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും കുമ്മനം രാജശേഖരനെ തെറ്റി എന്ന ഒരു വികാരവും പാർട്ടികളിൽ ഉണ്ട്. അത് പല നേതാക്കളും ഫേസ്ബുക്കിലൂടെയും മറ്റും പരസ്യമായി അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കുമ്മനത്തെ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന ചില സൂചനകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലേക്ക് വി മുരളീധരൻ പക്ഷം ശക്തി പ്രാപിച്ചു എന്നും അതുകൊണ്ട് തന്നെ കുമ്മനത്തെ പോലെയുള്ള ആളുകൾ ഒഴിവാക്കപ്പെട്ടു, തഴയപ്പെട്ടു എന്ന വികാരവും പാർട്ടിക്കുള്ളിൽ വലിയൊരു വിഭാഗത്തിന് ഉണ്ട്. അത് ആണ് ഇപ്പോൾ അണികളുടെ വലിയൊരു കൊഴിഞ്ഞുപോക്ക്. പല മേഖലകളിൽ ഇപ്പോൾ നമ്മൾ പാലക്കാട് ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നിരവധി മേഖലകളിൽ നേതാക്കൾ പോലും പാർട്ടിയിൽ നിന്നും പ്രാദേശിക നേതാക്കൾ പാർട്ടിയിൽ നിന്നും വിട്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ബി ജെ പി നേതൃത്വത്തോടുള്ള കടുത്ത അസംതൃപ്തിയുടെ ഒരു പ്രതിഫലനം കൂടിയായി നമുക്ക് അതിനെ ചൂണ്ടിക്കാട്ടേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പികളിൽ വിഭാഗീയത, കലഹം രൂക്ഷമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യക്തമാണ്. കെ ജി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി ജെ പിക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നത്, വിഭാഗീയത കൂടുതൽ സങ്കീർണമാകുന്നത്. കൃഷ്ണദാസ് പക്ഷം ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തി വി മുരളീധരനെതിരെ പട നയിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുകയും ചെയ്യുന്നത്. കെ ജി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കിയിൽ നിന്നാണ് വാർത്തകൾ ലഭ്യമാകുന്നത്. ഇടുക്കി ഉണ്ടംപ്ലാവിൽ 5 വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റു എന്നതാണ് വാർത്ത. അച്ഛൻ്റെ സഹോദരനാണ് കുട്ടിയെ മർദ്ദിച്ചത്. കുട്ടിയുടെ തലയോട്ടിക്ക് പൊട്ടലും ആന്തരിക രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ട്. കുട്ടി അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പിതാവിൻ്റെ സഹോദരനെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സമീർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സമീറിലേക്ക് എത്താം. എന്തായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആദ്യം അത് കേൾക്കാം. ഈ വ്യക്തി പലപ്പോഴായി അവിടെ വരുന്നുണ്ട്. അനിയനായതുകൊണ്ട് ആർക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. പലപ്പോഴും ഈ കൊച്ചിനെ ഉപദ്രവിക്കുന്ന അവിടെ പലരും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു തവണ ഹെൽത്തുകാരും ആശാവർക്കറുമായി അവിടെ വാർഡിൽ വന്നപ്പോൾ ഇതുപോലെ കൊച്ചിനെ അടിക്കുന്നത് കണ്ട് അവർ അന്ന് വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് പോയതാണ്. ഇവർ നിരന്തരം ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു അവിടെ. അത് ഞങ്ങൾ പലതവണ അവിടെ നാട്ടുകാർ പറഞ്ഞാൽ ഇങ്ങനെ അടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അയൽവാസിയുടെ പ്രതികരണമാണ് കേട്ടത്. സമീർ കൂടി നമുക്ക് പോകുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? ഈ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ? ജോജിത്ത്, ഇന്നലെ രാത്രിയാണ് തൊടുപുഴക്കടുത്തുള്ള ഉണ്ടപ്ലാവിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ഈ കുടുംബത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ
5 വയസ്സുകാരനായിട്ടുള്ള കുട്ടിയുടെ പിതാവിന്റെ സഹോദരനാണ് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. പിന്നീട് കുട്ടിക്ക് വലിയ രീതിയിലുള്ള ദേഹാസ്വസ്ഥ അനുഭവപ്പെടുകയും കുട്ടി തുടർച്ചയായി കരയുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് രാവിലെയോടുകൂടിയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടി ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതോടുകൂടിയാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾക്ക് കുട്ടി ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തറിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അസം സ്വദേശിയായിട്ടുള്ള ഇംദാദുൽ ഹക്ക് എന്ന ഈ യുവാവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും എന്നുള്ള കാര്യമാണ് തൊടുപുഴ ഡിവൈഎസ്പിയുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ഒരു വർഷമായി ഈ കുടുംബം ഉണ്ടപ്ലാവിലാണ് താമസിക്കുന്നത്. മരപ്പണിക്കാരനാണ് ഈ 5 വയസ്സുകാരന്റെ പിതാവ്. ഇങ്ങനെ അസമിൽ നിന്നും വന്നിട്ടുള്ള ഈ കുടുംബത്തിൽ നിന്നാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും സംഭവത്തിൽ പോലീസ് ഇപ്പോൾ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പ്രതിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വൈകാതെ തന്നെ ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായിട്ട് തന്നെയാണ് തുടരുന്നത്. ജോർജ്, പിതാവിന്റെ സഹോദരനാണ് ഈ ക്രൂരത നടപ്പാക്കിയത്. ലഹരിക്ക് അടിമയായിരുന്നോ? എന്താണ് പോലീസ് പറയുന്നത്? അത്തരം ഒരു സംശയം പോലീസ് വെച്ചുപുലർത്തുന്നുണ്ട്. മദ്യലഹരിയിലായിരുന്നോ അതല്ല മറ്റു തരത്തിലുള്ള ഏതെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടായിരുന്നോ ഈ കുട്ടിയെ ഇത്തരത്തിൽ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് എന്നുള്ള ഒരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഈ പ്രതിയെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഇത് ഇന്നലെ ഒരു മാത്രമായിട്ടുള്ള സംഭവമല്ല. ഇതിനു മുമ്പും ഈ കുട്ടിയെ ഇത്തരത്തിൽ ആക്രമിച്ചിരുന്നു എന്നും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയിരുന്നു എന്നുള്ള കാര്യവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാർ ഉൾപ്പെടെ അവരുടെ വീട്ടിലെത്തിക്കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് പോലീസിൽ അറിയിച്ചില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കുട്ടിയുടെ പിതാവിൽ നിന്നുൾപ്പെടെ പോലീസ് തേടുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്ത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. സമീറ, ഇടുക്കി തൊടുപുഴ മേഖലകളിൽ നിന്നാണ് നിരന്തരം ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്നത്. ഈ കൊച്ചുകുട്ടികൾ ആക്രമിക്കപ്പെടുന്നു. അത് ബന്ധുക്കളൊക്കെ തന്നെയാണ്. ഇതിനു മുമ്പ് ഷെഫീഖും കോതമംഗലത്ത് ഒരു 7 വയസ്സുകാരനുമൊക്കെ ഇതേപോലെ ബന്ധുക്കളുടെ നിന്നും രണ്ടാനച്ഛൻ്റെ പക്കൽ നിന്നുമൊക്കെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഇവിടെ കൊച്ചച്ഛനാണ് ഈ ക്രൂരതയിലേക്ക് എന്താ പറയുക, ലഹരി മരുന്ന് അടിമയായ കൊച്ചച്ഛൻ ഒരു കൊച്ചു കുഞ്ഞിനെ വലിയ മർദ്ദനത്തിന് ഇരയാക്കിയായിരുന്നു. ഈ കണ്ടു നിന്ന നാട്ടുകാരടക്കമുള്ള ആളുകൾ അവരുടെ ഒരു പ്രതികരണം ഏത് നിലയിലാണ് വന്നിട്ടുള്ളത്? തീർച്ചയായും ജോജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഷഫീഖിന്റെ വിഷയം, അതോടൊപ്പം തന്നെ 7 വയസ്സുകാരനായിട്ടുള്ള മറ്റൊരു കുഞ്ഞിന്റെയും അതിദാരുണമായിട്ടുള്ള സംഭവം നമുക്കറിയാം. അത്തരത്തിലുള്ള മറ്റൊരു സംഭവം തന്നെയാണ് തൊടുപുഴയിൽ നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് ഇതിലെ ഒരു വ്യത്യസ്തത. മറ്റേ എല്ലാം ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടായിരുന്നത്. ഇന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവം അസം സ്വദേശികളായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഈ വ്യക്തി ഇത്തരത്തിലുള്ള ഒരു മയക്കുമരുന്നിന്റെ അടിമയാണോ എന്നുള്ള ഒരു സംശയം പോലീസ് വെച്ചുപുലർത്തുന്നുണ്ട്. എന്നാൽ അതിലൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും കുട്ടികൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നൊപ്പം തന്നെ സാമൂഹിക പ്രത്യേകിച്ചും ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ ജാഗ്രത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ പ്രതിക്കെതിരെ കേസെടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് വലിയ വാർത്താ പ്രാധാന്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചലനങ്ങളും രാഷ്ട്രീയ കേരളത്തെ കൂടി സ്വാധീനിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ളത്. ലൈഫ് മിഷൻ CEO UV ജോസിൻ്റെയും യൂണിടാക് MD സന്തോഷ് ഈപ്പൻ്റെയും മൊഴിയെടുത്ത് ED. സ്വപ്നയ്ക്ക് കമ്മീഷൻ നൽകി എന്ന സന്തോഷ് ഈപ്പൻ്റെ മൊഴിയിൽ വ്യക്തത വരുത്തുക എന്നതാണ് ED ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, EDയുടെ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെ തുടരുകയാണ്. ഈ യൂണിടാക് MDയുടെയും ഒപ്പം തന്നെ ലൈഫ് മിഷൻ CEOയുടെയും ഒക്കെ മൊഴിയെടുപ്പ് തുടരുകയാണോ? അവർ ഇന്ന് EDയുടെ മുമ്പിൽ ഹാജരായിട്ടുണ്ട്. തീർച്ചയായും ചോദിച്ചു. ഇന്നിപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ചില വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചാണ് ലൈഫ് മിഷൻ CEO ആയിട്ടുള്ള UV ജോസിനെയും യൂണിടാക് MD ആയിട്ടുള്ള സന്തോഷ് ഈപ്പനെയും ED കൊച്ചിയിലെ കാര്യാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്തായാലും അവരുടെ മൊഴിയെടുക്കാൻ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ കാര്യാലയത്തിലാണ്. ഇതിനുള്ളിൽ തന്നെയാണ് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ യൂണിടാക് MD ആയിട്ടുള്ള
ചില വിവരങ്ങളുണ്ട്. അതായത് സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കമ്മീഷൻ നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം മുൻപ് അന്വേഷണ സംഘം മുൻപാകെ ഈ സന്തോഷ് ഈപ്പൻ സാഹചര്യത്തിലാണ് ഇതിൽ ശിവശങ്കർ കൂടി ഇപ്പോൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ യൂണിടാക് MD ആയിട്ടുള്ള സന്തോഷ് ഈപ്പനെ ഇന്ന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സന്തോഷ് ഈപ്പനെ അതെ UV ജോസിനെയും ശിവശങ്കറിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഇതുവഴി ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നതിന് ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യലിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എന്തായാലും ഈ ഒരു കമ്മീഷൻ തുക ഈ സ്വപ്ന സുരേഷ് ആയിക്കോട്ടെ, സന്ദീപ് ആയിക്കോട്ടെ, ഇവരിൽ കൂടാതെ ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ശിവശങ്കറിനെയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ഈ കേസുമായി ശിവശങ്കറിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന കാര്യം കണ്ടെത്തുന്നതിനും ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യൂണിടാക് MDയെയും ഒപ്പം തന്നെ ലൈഫ് മിഷൻ CEOയെയും ED ചോദ്യം ചെയ്യുകയാണ്. മറുഭാഗത്ത് ശിവശങ്കർ EDയുടെ കസ്റ്റഡിയിലുണ്ട്. ശിവശങ്കറിനെ സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റു പ്രതികൾക്ക് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള അനുവാദത്തിനായി കോടതിയെ ED സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാരിൻ്റേത് തിളക്കമാർന്ന പ്രവർത്തനമെന്ന് ICMR മുൻ ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കോവിഡ് പ്രതിരോധത്തിൽ കേരളം മാതൃകയാണെന്നും ഗംഗാഖേദ്കർ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. കേസുകൾ കൂടിയത് ജനങ്ങളുടെയോ സർക്കാരിൻ്റെയോ വീഴ്ചയല്ല. ഇത്തരം സാഹചര്യം ആദ്യമായി നേരിടുമ്പോൾ വ്യാപനം സംഭവിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ HIV, നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ. കോവിഡ് പോരാട്ടത്തിൽ സജീവമായി നിൽക്കവേ കഴിഞ്ഞ ജൂണിലാണ് അദ്ദേഹം ICMRൽ നിന്ന് വിരമിക്കുന്നത്. പൂനെയിൽ വിശ്രമജീവിതം നയിക്കുന്ന ഡോക്ടർക്ക് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ മതിപ്പ്. കോവിഡ് പ്രതിരോധ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തിളക്കമാർന്ന പ്രവർത്തനമാണ് നടത്തിയതെന്ന് ഗംഗാഖേദ്കർ പറയുന്നു. A stellar role was played by the government, and if you actually look at the thing, they had managed to almost contain it. If I was to compare the differences between Kerala and rest of the states, one of the key things which Kerala had done was it had involved communities. It had prepared, it was already prepared for preparations were being done especially for prevention and control of Nipah outbreak, and that gave them a big lead. പൊതുജന പങ്കാളിത്തമുള്ള കോവിഡ് പ്രതിരോധം കേരളത്തിന്റെ മാത്രം സവിശേഷതയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കേരളത്തിൽ കേസുകൾ കൂടിയതിന് ആഘോഷങ്ങൾ കാരണമായി. എന്നാൽ അത് സർക്കാരിന്റെയോ ജനങ്ങളുടെയോ വീഴ്ചയല്ലെന്നാണ് ഡോക്ടറുടെ നിലപാട്. ആദ്യമായി ഒരു സാഹചര്യം നേരിടുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. I wouldn't blame anybody in this particular issue because I think in no disease outbreak so far we had so severe an economic impact which we had to face just because we were locking almost all the citizens within, and lockdown was one of the biggest strategies that we had in view of the fact that we didn't have any drug or no vaccine in a rapidly spreading outbreak. കോവിഡ് വാക്സിൻ വിതരണം ഇന്ത്യയിൽ ഏറെ ശ്രമകരമായ ദൗത്യമായിരിക്കും. ആവശ്യമായ തയ്യാറെടുപ്പോടെയും താൽപര്യബുദ്ധിയോടെയും വേണം വാക്സിൻ വിതരണം നിർവഹിക്കേണ്ടതെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി 10 ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി. നവംബർ 15 വരെയാണ് നിരോധനാജ്ഞ നീട്ടിയിട്ടുള്ളത്. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് 5 പേരിൽ കൂടുതൽ പൊതുസ്ഥലങ്ങളിൽ ഒരുമിച്ച് ചേരാൻ പാടില്ല. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നിരോധനാജ്ഞ നീട്ടാനുള്ള തീരുമാനം ജില്ലാ കളക്ടർമാർ എടുത്തത്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നിരോധനാജ്ഞ നിലവിൽ വന്നതിനുശേഷം രോഗബാധയിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിരോധനാജ്ഞ നീട്ടുന്നത് ഗുണം ചെയ്യുമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ വിലയിരുത്തൽ. 5 പേരിലധികം സ്വമേധയാ കൂട്ടം കൂടാൻ പാടില്ല. കണ്ടെയ്ൻമെന്റ് സോണിൽ വിവാഹ ശവസംസ്കാര ചടങ്ങുകളിൽ 5 പേർക്ക് പങ്കെടുക്കാം. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്ത് മത സാംസ്കാരിക ചടങ്ങുകൾക്ക് 20 പേരെ വരെ പങ്കെടുപ്പിക്കാം. 50 പേർക്ക് വരെ വിവാഹത്തിലും പങ്കെടുക്കാം. എന്നാൽ കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു വേണം പരിപാടികൾ സംഘടിപ്പിക്കാൻ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണമുള്ള സംസ്ഥാനമായി കേരളം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ISRO മുൻ മേധാവി ഡോക്ടർ കസ്തൂരി രംഗൻ അധ്യക്ഷനായ പബ്ലിക് അഫയേഴ്സ് സെന്റർ തയ്യാറാക്കിയ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പ്രകാരമാണ്
കേരളത്തിന് ഈ അംഗീകാരം ലഭ്യമായത്. റിപ്പോർട്ട്. ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ മികച്ച ഭരണം എന്ന പദവിയാണ് കേരളത്തിന് ലഭിച്ചത്. ചെറിയ സംസ്ഥാനങ്ങളിൽ ഗോവയാണ് ഒന്നാം സ്ഥാനത്ത്. കേരളത്തിന്റെ കാര്യക്ഷമത, അക്കൗണ്ടബിലിറ്റി, നിയമവാഴ്ച, അഴിമതി നിയന്ത്രിക്കൽ എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അംഗീകാരം. 13 വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലെ മികവും 50 സൂചികകളും വിലയിരുത്തിയാണ് കേരളത്തെ തെരഞ്ഞെടുത്തത്. തുടർച്ചയായി 4ാം വട്ടമാണ് കേരളം ഈ നേട്ടം കൈവരിക്കുന്നത്. ഈ നേട്ടം കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് കേരളത്തെ ദേശീയതലത്തിൽ തന്നെ 1ാം സ്ഥാനത്ത് തുടരാൻ സഹായിച്ചത്. ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമേകുന്നതാണ് ഈ നേട്ടമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വികസനത്തിന്റെ പേര് പറഞ്ഞ് പട്ടികജാതി കുടുംബത്തിന്റെ വീട് പൊളിച്ചു മാറ്റിയിട്ട് 10 വർഷം. ഹരിപ്പാട് ചെറുതനയിൽ പാലം പണിയുന്നതിനാണ് MLA കൂടിയായ രമേശ് ചെന്നിത്തല ഇവരുടെ വീടും സ്ഥലവും പൊളിച്ചു മാറ്റിയത്. പരിഹാരം കാണാൻ ചെന്നിത്തല ശ്രമിക്കാതായതോടെ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഈ കുടുംബം. 10 വർഷമായി പാലത്തിന് വേണ്ടി സ്ഥലവും വീടും കൊടുത്ത ഒരു വ്യക്തിയാണ് ഞങ്ങൾ. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് ഈ പാലം ഞങ്ങളെ ഒഴിപ്പിച്ചതും പാലം പണി പൂർത്തിയാക്കിയതിന് മുൻപേ ഞങ്ങളുടെ വീട് സ്ഥലവും എല്ലാം നല്ല ഇതിലാക്കി തരാമെന്നും പറഞ്ഞാണ് ഞങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ചത്. ഈ 10 വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഇതും പുള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കണ്ടം നികത്തിയാണ് ഞങ്ങളന്ന് വീട് വയ്ക്കാൻ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുമതി തന്നത്. ഇപ്പം ആധാരവും ഇല്ല, മറ്റു പേപ്പറുകളൊന്നും നീക്കാതായി രമേശ് ചെന്നിത്തല ഇതെല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഷെഡിലാണ് താമസിക്കുന്നത്. 2 മക്കളാണ് എനിക്കുള്ളത്. ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല എല്ലാ കാര്യങ്ങളും നീക്കി എല്ലാം റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ മാറ്റിയതാണ്. ഇപ്പോഴും യാതൊരു ഇതും പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. 25 ലക്ഷം രൂപ വിലയുള്ള വീടും 40 സെന്റ് സ്ഥലവുമാണ് 10 വർഷം മുൻപ് നാടിൻ്റെ വികസനമെന്ന് പറഞ്ഞ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പൊളിച്ചു മാറ്റിയത്. പകരം നൽകിയതാകട്ടെ വയൽ നികത്തിയ ഭൂമിയും. വയൽ നികത്തിയത് മൂലം കോൺഗ്രസ് ഭരിക്കുന്ന ചെറുതന പഞ്ചായത്ത് ഇതിന് അനുമതി നൽകിയിട്ടില്ല. ഇതിന് അനുമതി നൽകേണ്ട ഹരിപ്പാട് MLAയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെ: അതിന് ഞങ്ങളെ ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് സമിതികളെയോ രാഷ്ട്രീയ കക്ഷികളെയോ അതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചെയ്യാവുന്നതിന് മുഴുവൻ ചെയ്തു. ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? 10 ലക്ഷം രൂപ കൊടുത്തു, നിലനിർത്തി കൊടുത്തു. 10ാം ക്ലാസ്സിലും ഡിഗ്രിക്കും പഠിക്കുന്ന 2 കുട്ടികളുടെ ജീവിതം ഇപ്പോൾ ചെളിക്കുണ്ടിലാണ്. ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ കണ്ട ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇവർക്ക് വീട് നൽകാമെന്ന ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഉദ്ഘാടന സ്ഥലത്ത് മുസ്ലിം ലീഗ് കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടിയ വാർത്തയാണ് ഇനിയുള്ളത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ ഭീമാപ്പള്ളി റഷീദും ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡ് കൗൺസിലറായ സജീന ടീച്ചറും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് ഇരുവരെയും പിടിച്ചു മാറ്റിയത്. എന്നിട്ട് എന്നെ BJP അറിയുന്ന പറയണം മോശമായിട്ട്. നിങ്ങളാണ് ഇത് അത്ര ഉണ്ടാക്കുന്നത്. ഇവിടെ ജനങ്ങളിൽ ഉണ്ടാക്കി ഇളക്കി വിട്ടത് അത്രയും നിങ്ങളാണ്. തിരുവനന്തപുരം നഗരസഭയിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാർ തമ്മിലാണ് പരസ്യ വാക്കേറ്റമുണ്ടായത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ തറക്കല്ലിടൽ ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡിൽ നടത്താനാണ് നഗരസഭ നിശ്ചയിച്ചത്. എന്നാൽ ഇത് മറച്ചുവെച്ച് ഭീമാപ്പള്ളി വാർഡിലാണ് തറക്കല്ലിടൽ നടക്കുന്നതെന്ന് കാണിച്ച് ഭീമാപ്പള്ളി റഷീദ് തൻ്റെ പടം വച്ച് നോട്ടീസും പോസ്റ്ററുകളും ഫ്ലക്സുകളും വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. ഇത് ശരിയല്ല എന്ന് കാണിച്ച് സജീന ടീച്ചറും പ്രചാരണം നടത്തി. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഉദ്ഘാടന സ്ഥലത്ത് വച്ച് തർക്കം മൂർച്ഛിക്കുകയായിരുന്നു. തറക്കല്ലിടൽ ദിവസമായ വെള്ളിയാഴ്ച ഇതിനെ സംബന്ധിച്ച് ഭീമാപ്പള്ളി റഷീദും സജീന ടീച്ചറും തമ്മിൽ വേദിയിൽ വച്ച് തർക്കമുണ്ടായി. ഇതുകൂടാതെ ഭീമാപ്പള്ളി റഷീദിന് BJPയുമായുള്ള ബന്ധവും തർക്കത്തിന് മൂർച്ച കൂട്ടി. ഇത് അനുവദിക്കാൻ പറ്റില്ലെന്ന് സജീന ടീച്ചർ പറഞ്ഞത് റഷീദിനെ ക്ഷുഭിതനാക്കി. തുടർന്ന് ഇരുവർക്കൊപ്പമുള്ള ലീഗ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമായി. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് ഇരു സംഘങ്ങളെയും പിടിച്ചുമാറ്റിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരളം ആക്സിവ ഫിൻവെസ്റ്റിന്റെ ഓൺലൈൻ ഗോൾഡ് ലോണായ DG ഗോൾഡ് പ്രശസ്ത സിനിമാ താരം മമത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഇടപാടുകാർക്കായി ഓൺലൈൻ ഗോൾഡ് ലോൺ സൗകര്യം ആരംഭിക്കുന്നത് വഴി സ്വർണ്ണപ്പണയ വായ്പയിൽ 100% വളർച്ച കൈവരിക്കാനാണ് KLM ആക്സിവ ലക്ഷ്യം വയ്ക്കുന്നത്. KLM തങ്ങളുടെ 4ാമത്തെ പബ്ലിക് ഇഷ്യൂ ഡിസംബറിൽ നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. KLM ആക്സിവ ചെയർമാൻ ഡോക്ടർ J. അലക്സാണ്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് P. മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗോൾഡ് ലോൺ വിപുലീകരണം ലക്ഷ്യമാക്കി ബ്രാഞ്ചുകളുടെ എണ്ണം 500 ആക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്.
മിഡ് ന്യൂസ് തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകൾ കൂടി ലഭ്യമാകുന്നു. തനിക്കെതിരെയുള്ള കെ സുരേന്ദ്രന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നു. ഇന്നാണ് സുരേന്ദ്രന്റെ ആരോപണം ഉണ്ടായത്. തെളിവുകൾ പുറത്തുവിടാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ചാണ് മേഴ്സിക്കുട്ടൻ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്, അതായത് സ്പോർട്സ് കൗൺസിലിന്റെ വാഹനം കള്ളക്കടത്തിന് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കെ സുരേന്ദ്രൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BJPക്കുള്ളിലെ വിഭാഗീയത രൂക്ഷമാകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി ലഭ്യമായിരുന്നു. പാർട്ടിയിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണത്തിൽ താനൊന്നും പറയുന്നില്ല എന്ന നിലപാടാണ് ഇന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിക്കുകയും ചെയ്തത്. ശോഭാ സുരേന്ദ്രൻ്റെ ആക്ഷേപത്തിൽ പ്രതികരിക്കാതെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മാധ്യമങ്ങളോട് മറ്റു വിഷയങ്ങളിലാണ് സംസാരിക്കുകയും ചെയ്തത്. ശോഭാ സുരേന്ദ്രനെ ഇതിനിടെ പിന്തുണച്ച് മുതിർന്ന BJP നേതാവ് AN രാധാകൃഷ്ണനും രംഗത്തെത്തുകയും ചെയ്തു. V മുരളീധരനെതിരെയുള്ള പടയൊരുക്കമാണ്. അതിന് കൃഷ്ണദാസ് പക്ഷം ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തി പട നയിക്കുന്നു എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. KG ദിനകർ വിവരങ്ങളുമായി ചേരുകയാണ്. KG ദിനകർ, കെ സുരേന്ദ്രൻ ഇന്ന് വിവിധ വിഷയങ്ങളിൽ പ്രതികരിച്ചു. എന്നാൽ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുകയും ചെയ്തിട്ടില്ല. അതാണ് കൂടുതൽ വിഭാഗീയത സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നതും. KG ദിനകർ. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അല്പസമയങ്ങൾക്ക് മുമ്പാണ് മാധ്യമങ്ങളെ കണ്ടത്. BJPക്കുള്ളിലെ വിഭാഗീയതകൾ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല. അതേസമയം മറ്റു വിഷയങ്ങളിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ പറയാൻ കെ സുരേന്ദ്രൻ തുനിയുകയായിരുന്നു. ഇതിനിടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന് നേരെ പോലും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. KG ദിനകർ ചേരുകയാണ്. KG ദിനകർ, എന്താണ് ഇന്ന് കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചത്? പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകൾ സംബന്ധിച്ചോ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരസ്യ പ്രതികരണത്തെക്കുറിച്ചോ ഒരു മറുപടിയും പറയാതെ മറ്റു ചില വിഷയങ്ങളിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്താണ് ലഭ്യമാകുന്ന സൂചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന്? BJPക്കുള്ളിൽ പുതിയ സംഭവവികാസങ്ങൾ ആണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇക്കാലം അത്രയും, അതായത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ വിട്ടുനിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ, ദേശീയ നിർവാഹക സമിതി അംഗം, മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ കൊടുന്നനവെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് എത്തുകയായിരുന്നു. ദേശീയ നിർവാഹക സമിതി അംഗമായിരുന്നു തന്നെ സംസ്ഥാന തലത്തിലേക്ക് തരം താഴ്ത്തിയെന്നും പാർട്ടി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റാക്കി നിയമിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചിരുന്നു. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായ ശേഷം പൊതുരംഗത്ത് നിന്ന് തീർത്തും വിട്ടുനിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ. KG ദിനകർ, ഇപ്പോൾ സീതാറാം യെച്ചൂരി ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം അതിലേക്ക് പോകുന്നു. യെച്ചൂരിയുടെ വാക്കുകൾ. Human rights, the rights of the minorities, on the assaults on the people's democratic rights and civil liberties. On all these issues, intensive campaigns will be conducted. And in this, we seek the cooperation of all forces who are willing to come and join on raising these issues and putting pressure on the government to accept our demands. And this will call of action that the Central Committee has given. Apart from this, the Central Committee discussed the electoral tactics that the party will adopt in the 4 states whose assembly elections are due early next year. As far as Kerala is concerned, the LDF has now been expanded with Mani Congress joining, and the LDF will unitedly contest these elections as always. In Tamil Nadu, the party will continue to be with the alliance of the secular parties led by the DMK in the assembly elections as well, like we were in the parliament elections. In Assam, recognizing the very urgent need to remove this BJP state government that is playing havoc with the unity of various different sections of people in the state, which has very far-reaching effects on the whole of the Northeast.
and communal polarization through the implementation of this NRC, CAA, etc. So in order to achieve that purpose of removing it from government, the party will cooperate with all forces, all secular opposition forces, and in contesting these elections. So we'll have seat sharing agreements with all the secular opposition parties, including the Congress. In West Bengal, likewise, we are working towards a seat sharing arrangement with all the parties and forces that are today determined to defeat the BJP and also the TMC, which is facilitating the growth of the BJP in the state. So maximizing the pooling of anti-BJP, anti-TMC votes is the objective. For that, we'll have seat sharing understanding with all these parties, including the Congress. So these are the electoral tactics that the Central Committee has adopted. In Kerala, there were two cases coming up, like former Principal Secretary to Chief Minister was arrested and Party Secretary's son was also arrested. Don't you think this has created a big setback? No, you see, I've answered this question earlier. I'll only repeat that answer. The question of that IAS officer being arrested, he is an IAS officer. As soon as this was discovered that he has got some involvement in it, the LDF government in Kerala suspended him. And the issue was on the question of gold smuggling. Gold smuggling is an issue that comes under the domain of the central government and central laws. So it was the job of the central government to investigate into it, ensure what is happening. So in that process they are proceeding. So that investigation is going on and we have taken a very clear position. On the basis of that investigation, whoever is found guilty must be proceeded in accordance with law. So that is our stated position and that is what is happening currently. Secondly, as far as the son of our State Secretary is concerned, our State Secretary himself is on record saying, please investigate the whole issue. If he is guilty, then punish him according to law. That is the position the party is also taking. Investigate, if found guilty, then proceed according to law. So on that we are very clear, and the Central Committee has strongly condemned the manner in which the CBI and the other central agencies are being used to target the LDF and to destabilize that LDF government. This is the habit of the BJP in the centre. It has targeted all opposition rule states, used such intimidation in order to do horse trading and get opposition MLAs to defect, and through this process, rejecting the people's mandate, they have formed governments after having lost the elections, like in Goa, like in Karnataka, like in Madhya Pradesh. They tried again in Rajasthan. So it is not people's mandate that because of which they have these state governments. Most of these governments are through such dubious methods of using the central agencies to intimidate, browbeat, and using their money power in order to indulge in horse trading. That Central Committee is strongly condemned, and we will protest against this all over the country. Comrade, there is a demand from Kerala that the consensus which given to CBI for its functioning must be withdrawn from the state. What is Central Committee's? Whose demand is it? All states give a consensus for the functioning of CBI. All states give a consensus. From the state government side, all government give a consensus or approval for the functioning of CBI. Now, some of leaders from LDF demands that that approval must be withdrawn. You see, the CBI investigation most of the time is done under court directions.
So the courts will have to intervene to take that decision. As far as the government is concerned, state government, that they'll answer. That's the government's decision. But that is something that they'll have to answer. But we are very clear. We said investigate, and then on that basis, if anybody is found guilty, proceed according to law. Okay. So the general consent will not be withdrawn in Kerala? Or? How do I know? That's the government decision. It's not the party general secretary to answer. That the government will take a decision. Don't you think it is a big moral blow to the party secretary that his son is arrested? How is it? There may not be any legal issues, but it is a moral blow to a party like CPM. The point is, he is not a party member, the son. So how is the party responsible? Why is taking a dual standing on this? Because earlier, the CPM had raised the Jai Shah allegation against Jai Shah. CPM, and you also are very much vocal against Jai Shah, saying that he misused his father's power. Why this dual? No, I mean they are saying it now. The opposition is saying it. What is the power that is? That is what we said. The father himself said, investigate. In Jai Shah's case, did the father say investigate? So why are you making such comparisons? Here the State Secretary himself said, you investigate fully. If any charge is found correct, then take action. Comrade, opposition demands Koderi Balakrishna's resignation from the State Secretary post. Their job is to do this. Both BJP and Congress are working in tandem in Kerala. I have not seen anywhere in the country where the former president of the Congress comes and makes a statement, Rahul Gandhi, and the state president of the Congress contradicts it. Now this is something they'll have to explain. But the point is, here in Kerala, they are working in tandem with the BJP. So there is no need for his resignation. What is the basis of that? We have said, investigate. If he is found guilty, take action. Okay. Comrade, these issues discussed in CC, Dinesh Koderi issue and not discussed. No. സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ നിരവധി ചോദ്യങ്ങൾക്കാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദില്ലിയിൽ മറുപടി പറയുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കേരളത്തിലെ സംഭവ വികാസങ്ങളുമായുള്ള ചോദ്യങ്ങളുമായി അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകുകയും ചെയ്തു. M ശിവശങ്കറിനെതിരായ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സർക്കാർ നടപടി എടുത്തു എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. സർക്കാർ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. ആ നിലപാടിൽ തന്നെ കേരള സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നും കോടിയേരി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ബിനീഷ് കോടിയേരി വിഷയത്തിൽ പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി യെച്ചൂരി പറഞ്ഞത്. ബിനീഷ് പാർട്ടിയുടെ അംഗത്വം ഉള്ള ആളല്ല, അതുകൊണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഇക്കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അക്കാര്യങ്ങൾ ബിനീഷ് തന്നെ നോക്കുമെന്ന പ്രതികരണം കോടിയേരിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. സമാനമായി തന്നെ അമിത്ഷായുടെ മകൻ ജയ്ഷയ്ക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് പറയാൻ അമിത്ഷാ തയ്യാറായിട്ടുണ്ടോ എന്നുകൂടി സീതാറാം യെച്ചൂരി ചോദിക്കുകയും ചെയ്തു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരുകളെ അട്ടിമറിക്കുക എന്നത് BJPയുടെ നയമാണ് എന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ദില്ലിയിൽ നിന്ന് വിഷ്ണു കൂടി നമുക്കുമുണ്ട്. വിഷ്ണു, കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചോ? സീതാറാം യെച്ചൂരി എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? BJP പല സംസ്ഥാനങ്ങളിലും പണവും സ്വാധീനവും ഉപയോഗിച്ച് എതിർ രാഷ്ട്രീയ കക്ഷികളെ അടിച്ചൊതുക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. മറ്റു കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും CPIM പാർട്ടിക്കും ഒരു നിലപാട് തന്നെയാണ് ഉള്ളത്. അത് തുടക്കത്തിൽ തന്നെ
വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിനൊടുവിൽ ആരെയാണോ കുറ്റക്കാരെ കണ്ടെത്തുന്നത് അവർ ശിക്ഷിക്കപ്പെടണം എന്ന ഒരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. ഈ നിലപാട് തന്നെയാണ് CPIM പാർട്ടിക്കുമുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യെച്ചൂരി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് IAS ഓഫീസറാണ് ഇത്തരത്തിൽ ആരോപണ വിധേയരായിരിക്കുന്നത്. ആരോപണം ഉയർന്ന വേളയിൽ തന്നെ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തു. ശിവശങ്കറിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടി എടുക്കുകയും ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടക്കുമ്പോൾ അതിൽ പല സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് BJP മിക്ക സംസ്ഥാനങ്ങളിലും BJPക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഭരണം അട്ടിമറിക്കുക എന്നത് BJP പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ള ഒരു നയമാണ്. അതുതന്നെ ഇപ്പോൾ കേരളത്തിലും BJP ആവർത്തിക്കുന്നു എന്ന ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ നിലപാട് കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മാസത്തോളമായി കേന്ദ്ര ഏജൻസികൾ പല രീതിയിലും അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിൽ ഒന്നും തന്നെ കൃത്യമായിട്ട് ഒരു നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അന്വേഷണം കൊണ്ടെത്തിക്കാൻ ഇതുവരെ CBIക്ക് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഇപ്പോഴും കുറേ ആരോപണങ്ങൾ അല്ലെങ്കിൽ പുകമറ സൃഷ്ടിക്കുക തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ BJP അവരുടെ മസിൽ പവറും മണി പവറും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ BJPയോടൊപ്പം കോൺഗ്രസ് BJPയുടെ ഒരു ടീമിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയില്ല. പക്ഷേ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ BJPയും കോൺഗ്രസും ഒരുമിച്ച് ഒരു ടീമായി തന്നെ പ്രവർത്തിക്കുന്ന രീതിയാണ് കേരളത്തിലുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, സംസ്ഥാന സർക്കാരിനെ ഏതു വിധേനയും അട്ടിമറിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇതിനൊക്കെ പിന്നിലുള്ളത് എന്നൊരു നിലപാട് കൂടി ഇപ്പോൾ യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബിനീഷ് കോടിയേരി വിഷയത്തിലും ഇപ്പോൾ യെച്ചൂരി നമുക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ബിനീഷ് കോടിയേരി അറസ്റ്റിലാകുന്നത് അത് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. ബിനീഷ് കോടിയേരിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും ഇക്കാര്യത്തിൽ ഇല്ല എന്നൊരു നിലപാട് തന്നെയാണ് യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇക്കാര്യം തന്നെ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജോർജറ്റ്. വിഷ്ണു, 2 ദിവസം നീണ്ട കേന്ദ്ര കമ്മിറ്റി യോഗമാണ്. നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ വിശദമായ ചർച്ച തന്നെയാണ് ഈ യോഗത്തിലുണ്ടായത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളുമായി യോജിച്ചുള്ള ഒരു പോരാട്ടത്തിനാണോ തീരുമാനമായിട്ടുള്ളത്? പ്രത്യേകിച്ച് BJP ഭരണം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിലാണോ ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ചോദിച്ചിട്ട് 2 ദിവസങ്ങളായി നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, അതായത് കേരളം, ആസാം, തമിഴ്നാട്, ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ തന്നെ നടന്നു. ആസാമിലും ബംഗാളിലും ഇപ്പോൾ ഒരു ധാരണ ആയിരിക്കുന്നത് സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബംഗാളിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിൽ BJPയെയും അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഭരണം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളുമായി ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. ആസാമിലും ഇതേ ഒരു ധാരണ തന്നെ നടപ്പിലാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. ആസാമിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ BJPക്കെതിരെ വളരെ വലിയ ഒരു വിരുദ്ധ വികാരം നിലനിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമമായാലും
നിയമത്തിലെല്ലാം തന്നെ വളരെ വലിയ പ്രശ്നങ്ങൾ ആസാമിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആസാമിലും ബംഗാളിൽ സ്വീകരിക്കുന്ന അതേ ഒരു നില തുടർന്നുകൊണ്ട് തന്നെ മതേതര പാർട്ടികളുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കാൻ ഒരു തീരുമാനം ഇന്ന് 2 ദിവസങ്ങളായി ചേർന്ന കേന്ദ്ര കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റൊരു തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ശക്തമാക്കുക, പ്രത്യേകിച്ച് കാർഷിക നിയമങ്ങൾ, അതോടൊപ്പം തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, ഇതിനെതിരെയെല്ലാം രാജ്യവ്യാപകമായി തന്നെ വളരെ വലിയ തലത്തിൽ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു തീരുമാനം കൂടി കേന്ദ്ര കമ്മിറ്റി കൈക്കൊണ്ടിട്ടുണ്ട്. 2 മാസം നീണ്ടു നിൽക്കുന്ന സമര പരിപാടികൾക്കായിരിക്കും പാർട്ടി ആഹ്വാനം നൽകുക. അതോടൊപ്പം നവംബർ 26, 27 തീയതികളിൽ ശക്തമായിട്ടുള്ള ഒരു ദേശീയ പ്രക്ഷോഭത്തിനും ആഹ്വാനം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നവംബർ 26, 27 തീയതികൾ എന്ന് പറയുമ്പോൾ കർഷക സംഘടനകൾ ദില്ലി ചലോ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു മാർച്ച് കാർഷിക നിയമങ്ങൾക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും കർഷകർ ദില്ലിയിലേക്ക് വന്നുകൊണ്ടൊരു സമരം നടത്തുക എന്നതാണ് പ്രഖ്യാപനം. അപ്പോൾ ആ പ്രഖ്യാപനത്തിന് തൊഴിലാളി സംഘടനകൾ നേരത്തെ തന്നെ ഒരു പിന്തുണ നൽകിയിരുന്നു. ഈ സമരത്തിനാണ് ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റിയും ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോർജ്, കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാരിൻ്റേത് തിളക്കമാർന്ന പ്രവർത്തനമെന്ന് ICMR മുൻ ശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കോവിഡ് പ്രതിരോധത്തിൽ കേരളം മാതൃകയാണെന്നും ഗംഗാഖേദ്കർ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. കേസുകൾ കൂടിയത് ജനങ്ങളുടെയോ സർക്കാരിൻ്റെയോ വീഴ്ചയല്ല. ഇത്തരം സാഹചര്യം ആദ്യമായി നേരിടുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ HIV, നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ രമൺ ഗംഗാഖേദ്കർ. കോവിഡ് പോരാട്ടത്തിൽ സജീവമായി നിൽക്കവേ കഴിഞ്ഞ ജൂണിലാണ് അദ്ദേഹം ICMRൽ നിന്ന് വിരമിക്കുന്നത്. പൂനെയിൽ വിശ്രമജീവിതം നയിക്കുന്ന ഡോക്ടർക്ക് കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ മതിപ്പ്. കോവിഡ് പ്രതിരോധ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തിളക്കമാർന്ന പ്രവർത്തനമാണ് നടത്തിയതെന്ന് ഗംഗാഖേദ്കർ പറയുന്നു. A stellar role was played by the government, and if you actually look at the thing, they had managed to almost contain it. If I was to compare the differences between Kerala and rest of the states, one of the key things which Kerala had done was it had involved communities. It had prepared, it was already prepared for preparations were being done especially for prevention and control of Nipah outbreak, and that gave them a big lead. പൊതുജന പങ്കാളിത്തമുള്ള കോവിഡ് പ്രതിരോധം കേരളത്തിന്റെ മാത്രം സവിശേഷതയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കേരളത്തിൽ കേസുകൾ കൂടിയതിന് ആഘോഷങ്ങൾ കാരണമായി. എന്നാൽ അത് സർക്കാരിന്റെയോ ജനങ്ങളുടെയോ വീഴ്ചയല്ലെന്നാണ് ഡോക്ടറുടെ നിലപാട്. ആദ്യമായി ഒരു സാഹചര്യം നേരിടുമ്പോൾ ഇതൊക്കെ സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. I wouldn't blame anybody in this particular issue because I think in no disease outbreak so far we had so severe an economic impact which we had to face just because we were locking almost all the citizens within, and lockdown was one of the biggest strategies that we had in view of the fact that we didn't have any drug or no vaccine in a rapidly spreading outbreak. കോവിഡ് വാക്സിൻ വിതരണം ഇന്ത്യയിൽ ഏറെ ശ്രമകരമായ ദൗത്യമായിരിക്കും. ആവശ്യമായ തയ്യാറെടുപ്പോടെയും താൽപര്യബുദ്ധിയോടെയും വേണം വാക്സിൻ വിതരണം നിർവഹിക്കേണ്ടതെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി 10 ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി. നവംബർ 15 വരെയാണ് നിരോധനാജ്ഞ നീട്ടിയത്. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് 5 പേരിൽ കൂടുതൽ പൊതുസ്ഥലങ്ങളിൽ ഒരുമിച്ച് ചേരാൻ പാടില്ല. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നിരോധനാജ്ഞ നീട്ടാനുള്ള തീരുമാനം ജില്ലാ കളക്ടർമാർ എടുത്തത്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ നിരോധനാജ്ഞ നിലവിൽ വന്നതിനുശേഷം രോഗബാധയിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിരോധനാജ്ഞ നീട്ടുന്നത് ഗുണം ചെയ്യുമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ വിലയിരുത്തൽ. 5 പേരിലധികം സ്വമേധയാ കൂട്ടം കൂടാൻ പാടില്ല. കണ്ടെയ്ൻമെന്റ് സോണിൽ വിവാഹ ശവസംസ്കാര ചടങ്ങുകളിൽ 5 പേർക്ക് പങ്കെടുക്കാം. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്ത് മത സാംസ്കാരിക ചടങ്ങുകൾക്ക് 20 പേരെ വരെ പങ്കെടുപ്പിക്കാം. 50 പേർക്ക് വരെ വിവാഹത്തിലും പങ്കെടുക്കാം. എന്നാൽ കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു വേണം പരിപാടികൾ സംഘടിപ്പിക്കാൻ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.